സ്റ്റാൻഡ് പോയി, സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി, സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി. അത് ചെയിനി കുരുങ്ങുന്നോ? ഇല്ല ഇതിട്ട് കെട്ടിയോ? അത് സീനില്ല, അതൊക്കെ ഉള്ള ഇപ്പോൾ. ഹലോ മച്ചാന്മാരെ, റൈഡർ സ്ലീറ്റ് ബോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ആൾ കേരള റൈഡ് കണ്ടുകൊണ്ടിരിക്കുന്നവരൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ എത്തിയെന്നൊക്കെ. നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ. അപ്പോൾ ഒരുപാട് വീഡിയോസ് ഇടയ്ക്ക് മിസ്സിങ് ആണ്. കാരണം സ്ഥിരമായിട്ട് വീഡിയോ കാണുന്നവർക്കൊക്കെ അറിയാം, നമ്മുടെ ഇടയ്ക്ക് മെമ്മറി കാർഡൊക്കെ ചില പണികളൊക്കെ തന്നിട്ട് കുറച്ച് വീഡിയോസൊക്കെ മിസ്സാണ്. പക്ഷേ അതിൻ്റെ വിഷ്വൽസ് എല്ലാം നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരുവിധം നമ്മൾ റിക്കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വീഡിയോസൊക്കെ പിറകെ വരും. പിന്നെ അപ്ലോഡ് ചെയ്യാനുള്ളൊരു മടി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, നിങ്ങൾക്കിപ്പം വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം നമ്മുടെ വ്യൂവേഴ്സിൻ്റെ അളവ് വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാരണം തിരക്കിയപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പേർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലുന്നുണ്ട്, എന്നാൽ കുറച്ച് പേർക്ക് നോട്ടിഫിക്കേഷൻ ചെല്ലുന്നില്ല. അതുപോലെ തന്നെ മിക്ക ആൾക്കാർക്കും ഇപ്പോൾ വാളിൽ വീഡിയോ ഒന്നും യൂട്യൂബ് കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ വീഡിയോ ചെയ്യും. കാരണം നമ്മളെ കാണാൻ കുറച്ച് പേരെങ്കിലും നമ്മളെ സെർച്ച് ചെയ്ത് കാണുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്നും വീഡിയോ ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ പറയാനുള്ളത്, ഈ ഒരു റൈഡിൽ നമ്മൾ എത്ര കിലോമീറ്റർ ഓടിയെന്നാണ് കേട്ടോ. നമ്മൾ വണ്ടി എടുക്കുന്ന സമയത്ത് 21,000 എന്ന് വെച്ച് കഴിഞ്ഞാൽ 21.5 കിലോമീറ്റർ, 21,500 കിലോമീറ്ററിന് അടുപ്പിച്ചിട്ടായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പം വണ്ടി കറക്റ്റ് 25,000 കിലോമീറ്റർ ക്രോസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതായത് ഏകദേശം 3,500 കിലോമീറ്റർ മാത്രമാണ് നമുക്ക് ഈ ഒരു റൈഡിനായത്. പക്ഷേ നമ്മൾ ആൾ ഇന്ത്യ, അതായത് കന്യാകുമാരി ടു കാശ്മീർ അടിച്ച സമയത്ത് നമുക്ക് 35 ദിവസം ആയെങ്കിലും നമുക്ക് ഈ ഒരു ആൾ കേരള റൈഡിന് നമുക്ക് 35 ദിവസം തന്നെ ആയിട്ടുണ്ട്. അത് നമ്മൾ കറക്റ്റ് ആ ഒരു ദിവസത്തിൽ കൊണ്ട് നിന്ന് എൻഡ് ചെയ്യിച്ചാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ നേരത്തെ എത്താമായിരുന്നു. പക്ഷേ നമ്മൾ നല്ല ഒരു ജില്ലയിൽ ഒരു 3-4 ദിവസമൊക്കെ ഇന്ന് അത്യാവശ്യം നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്താണ് പോയത്. അപ്പം അതാണ് നമ്മൾ ഈ ഒരു റൈഡിനെ പറ്റിയിട്ടൊക്കെ പറയാനുള്ളത്. അപ്പം റൈഡിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം. നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്ന സ്ലീറ്റ് ബോയ്ക്ക് എന്തൊക്കെ, അതായത് ഹിമാലയന് നമുക്ക് ഈ ഒരു റൈഡിൽ എന്തൊക്കെ പണികൾ കിട്ടിയെന്നുള്ളതാണ് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വണ്ടിയുടെ മാഹാത്മ്യം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ഗുണനിലവാരം ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴെല്ലാം എല്ലാവരും ചോദിക്കുന്നത്, നിനക്ക് ആ ഒരു വണ്ടി ആയതുകൊണ്ടല്ലേ നിനക്ക് ഇത്രയെന്ന്. അതുകൊണ്ടാണ് വെച്ചാൽ വേറെ ഒന്നും കൊണ്ടല്ല, എന്നെ ഞാനാക്കിയത് എൻ്റെ സ്ലീറ്റ് ബോയ് ആണ് കേട്ടോ. അപ്പം അത് തന്നെയല്ല, എനിക്കൊരു വണ്ടിയിൽ നിന്നും ഞാൻ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ അവൻ എനിക്ക് തരുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഓഫ് റോഡും അതുപോലെ തന്നെ ലോങ് റൈഡും ഇത് രണ്ടുമാണ് ഞാൻ പ്രതീക്ഷിച്ച് വണ്ടി എടുത്തത്. എനിക്ക് ഈ 2 ക്യാരക്ടറും അവൻ തരുന്നുണ്ട്. പക്ഷേ മെയിൻ്റെനൻസും നല്ല രീതിയിൽ വരുന്നുണ്ട്. പക്ഷേ എന്താ പറയുന്നത്, നമുക്ക് ആവശ്യമുള്ള സാധനം തന്നിട്ട് മെയിൻ്റെനൻസ് ആവുന്നതിൽ കുഴപ്പമില്ല. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ സ്ലീറ്റ് ബോയുടെ ഇപ്പോഴത്തെ കോലം ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് പോകുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഗ്രില്ലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ പോയ വഴി കുറച്ച് മോഡിഫിക്കേഷൻ എന്ന് പറയാൻ പറ്റില്ല, കുറച്ച് പാർട്സൊക്കെ നമ്മൾ മേടിച്ച് വെച്ചിരുന്നു കേട്ടോ. അതുപോലെ തന്നെ സ്റ്റിക്കർ ഇത്രയൊന്നും ഇല്ലായിരുന്നു, ഒരുപാട് സ്റ്റിക്കറും അധികം കയറിയിട്ടുണ്ട്. അപ്പം ആ ഒരു മോഡിഫിക്കേഷൻ ചെയ്ത വീഡിയോ ഒക്കെ കാണാൻ ഉള്ളവർക്കാണെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, കയറി നോക്കുക. അത് എവിടുന്ന് ചെയ്തു, എത്ര ആയി എന്നുള്ളതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് അതിനകത്ത് കിടപ്പുണ്ട്. നമ്മുടെ ഈ ഒരു വണ്ടിയിൽ നമ്മളിപ്പോൾ ഇട്ടിരിക്കുന്നതെന്ന് അപ്പോളോയുടെ ടയറാണ് കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും സ്റ്റോക്ക് ടയർ C8-ൻ്റെ ആയിരുന്നു. അതിനുശേഷം നമ്മളിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോളോയുടെ ടയറാണ്. അതിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ അപ്പോളോയുടെ ടയർ ഏകദേശം നമ്മൾ 19,000 മാറ്റി ഇപ്പോൾ 25,000 കിലോമീറ്റർ, അതായത് 6,000 കിലോമീറ്റർ നമ്മൾ ഓടിയിട്ടുണ്ട് കേട്ടോ. ബാക്ക് ടയർ നിങ്ങൾ നോക്കി, ഇപ്പോഴും നല്ല പുതിയത് കണക്ക് തന്നെ കിടപ്പുണ്ട്. കഴിഞ്ഞ C8-ൻ്റെ ടയർ നമ്മൾ 6,000-ലാണ് ചേഞ്ച് ചെയ്തത്, ഓർക്കണം. അപ്പം 6,000 കിലോമീറ്റർ ഓടിയ അപ്പോളോയുടെ ടയറിൻ്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. കറക്റ്റ് ഞാൻ എല്ലാം ഇത് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ നമുക്ക് ഓൺ റോഡിലോ അതുപോലെ തന്നെ ഓഫ് റോഡിലോ ഒന്നും നമുക്ക് അപ്പോളോയുടെ ടയർ വിഷയമായിട്ട് തോന്നിയില്ല. പക്ഷേ ചെളിയിൽ കയറിയ സമയത്ത്, ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തെറ്റലുള്ള ഭാഗത്ത് അപ്പോളോയുടെ ടയർ സ്ക്രിഡായി. ഞാൻ ഒരു വട്ടം എൻ്റെ ഫ്രണ്ട് ടയർ സ്ക്രിഡായിട്ട് വണ്ടിയിൽ നിന്ന് ചരിഞ്ഞു കേട്ടോ. ആ ഒരു വണ്ടി ചരിഞ്ഞ സമയത്ത് എൻ്റെ ഈ ഒരു ഭാഗം കൊണ്ടാണ് ചരിഞ്ഞത്. അപ്പം ചെറുതായിട്ടും നമ്മുടെ ക്രാഷ് കാർഡ് ഇത്ര വലുതായതുകൊണ്ട് വേറെ സീനും വന്നില്ല. ക്രാഷ് കാർഡ് ചെറുതായിട്ട് ഞണങ്ങി, വണ്ടിയുടെ ഒരു നമ്മുടെ മിറർ പോലും വന്ന് തട്ടിയില്ല എന്നുള്ളതാണ് ആ ഒരു ക്രാഷ് കാർഡിൽ വണ്ടി ഇന്ന് കേട്ടോ.
അപ്പം കിട്ടിയതിൽ ആദ്യത്തെ ഒരു പണിയാണ് കേട്ടോ പറയാൻ പോകുന്നത്. നമ്മൾ ഒരു ഓഫ് റോഡ് കയറിയ സമയത്ത് അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡായിരുന്നു. അതിൽ എവിടോ ഈ നമ്മുടെ സൈഡ് സ്റ്റാൻഡ് തട്ടിയിട്ട് സൈഡ് സ്റ്റാൻഡ് കണ്ട് ഈ ഒരു ഭാഗം വെച്ചിട്ട് ഒടിഞ്ഞു പോയി. അത് ഒന്നാമത്തെ പണി കിട്ടിയത് അതായിരുന്നു കേട്ടോ. ഡാടാ സ്റ്റാൻഡ് പോയി, സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി, സ്റ്റാൻഡ് ഒടിഞ്ഞു പോയി. ഒരു കിട്ടാൻ പറ്റുമോ? എന്നോ അത് ചെയിനി കുരുങ്ങൂടാ, ഇതിട്ട് കെട്ടാ. അത് ചെയിനി കുരുങ്ങുന്നോ? ഇല്ലെന്ന് ഇതിങ്ങനെ ചുരുട്ടിട്ട് കേട്ടോ. ഇല്ലല്ല, ഇതിട്ട് കെട്ടിയാൽ മതി. അത് പോവില്ലേ? അത് കുഴപ്പമില്ല. അത് കെട്ടിയിട്ടേ ആ ഇട്. ഇതിലൊക്കെ ഞാൻ ഇത് ചെയ്യാം. വിടൂല്ലോ. ഇല്ല, വാ. അപ്പോൾ കാട്ടിനെ നടുക്ക് വെച്ചിട്ടായിരുന്നു. പക്ഷെ അന്ന് തന്നെ നമുക്ക് റോയൽ എൻഫീൽഡുകാരെ കോൺടാക്ട് ചെയ്തപ്പം അവർ കട്ടപ്പനയിൽ നിന്ന് വേറൊരു സ്റ്റാൻഡ് അറേഞ്ച് ചെയ്ത് തന്നു. അപ്പോഴേ നമ്മുടെ സൈഡ് സ്റ്റാൻഡും സെൻറ്റർ സ്റ്റാൻഡിൻ്റെ എല്ലാത്തിൻ്റെ പണി കിടക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പണിയിൽ നിന്നും നമ്മൾ മോചിതരായി. പിന്നെ 25,000 കിലോമീറ്റർ ഓടിയ, അതായത് കന്യാകുമാരി ടു കാശ്മീരും ഒപ്പം തന്നെ ആൾ കേരള റൈഡ് നല്ല രീതിയിൽ അടിച്ച ചെയിൻ പോക്കറ്റാണ് കേട്ടോ ഇപ്പോഴും കിടക്കുന്നത്. ഓവർലാപ്പ് ഉണ്ടോ? മാല വില വേണോ? ചെയിൻ മാറ്റേണ്ടി വരുമോ? ഇതാണോ? ടൈറ്റായി. അപ്പോൾ ചില സ്ഥലത്ത് ചെയിൻ മാറ്റി എടുത്തോളൂ അല്ലേ? ചെയിൻ മാത്രമായിട്ട് നമുക്ക് മാറ്റിയാൽ റെഡി ആവത്തില്ല ഓവർലാപ്പ്? ഓടുമല്ലോ, കുഴപ്പമില്ല. മുറുക്കാൻ കിടപ്പുണ്ടല്ലേ? ഇതിന് ചെയിൻ സോക്കറ്റ് എത്ര വരുന്നത്? 3000 രൂപ എടുത്തോ? ഓക്കെ. ചെയിൻ ഓവർലാപ്പിംഗ് ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് തോന്നുന്നു പെട്ടെന്ന്. അത് അങ്ങനെ ആണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് ലൂസ് ആവുമോ? അടി വരും.
25,000 കിലോമീറ്റർ ഓടിയിട്ടും വലിയ സീനൊന്നുമില്ല. പക്ഷേ ചെയിനിന് ഇപ്പം ഒരു ഓവർലാപ്പ് കാണിക്കുന്നുണ്ട്. ചെയിൻ പോക്കറ്റ് ഉടനെ മാറ്റേണ്ടി വരുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും കുഴപ്പമില്ല, ഞാനത് അപ്ഡേറ്റ് ചെയ്യാം. പിന്നീട് എടുത്തു പറയാനുള്ളൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ടിലത്തെ ബെയറിങ്ങിൻ്റെ ഭാഗത്തു നിന്നാണ് കേട്ടോ. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ ബെയറിങ് മാറ്റിയിട്ടാണ് നമ്മൾ ഈ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ വീണ്ടും ബെയറിങ് പണി വന്നിട്ട് ഏകദേശം 3000 കിലോമീറ്റർ ഓടിയപ്പോഴത്തേന് നമ്മൾ പുതിയ ബെയറിങ് വീണ്ടും ഒരു പ്രശ്നം കാണിക്കുന്നുണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ നമ്മൾ ഷോറൂമിൽ കൊണ്ടുപോകുന്നുണ്ട്. ഇപ്പം കണ്ടോ, വന്ന വിരക്കത്തിൽ ഞാൻ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വാശി പോലും ചെയ്തിട്ടില്ല, അതേ കണക്ക് വെച്ചേക്കാണ്. അപ്പം ബെയറിങ്ങിൻ്റെ ഭാഗത്തുനിന്ന് ഒരു പണി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഉപയോഗം കൊണ്ടാണോ അത് എന്തുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, 3000 കിലോമീറ്ററിൽ നമ്മുടെ ബാക്കിലത്തെ ബ്രേക്ക് പാഡും കഴിഞ്ഞായിരുന്നു കേട്ടോ. ഈ ബ്രേക്ക് പാഡും പുതിയതാണ്. ഇതാണ് കേട്ടോ നമ്മുടെ രണ്ടാമത്തെ ബ്രേക്ക് പാഡ്. നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് മാറിയിട്ട് ഇറങ്ങിയതാണ്. 2500 കിലോമീറ്റർ ആയിട്ടുള്ളൂ. കുറച്ചും കൂടെ കിടങ്ങും കേട്ടോ. അവിടുന്ന് അന്ന് നമ്മൾ മാറ്റിയ അതേ അവസ്ഥയിലാണ് ഇപ്പോഴും. ഇനി ഇട്ട് കഴിഞ്ഞാൽ പണി കിട്ടും കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി ഇട്ട് കഴിഞ്ഞാൽ ഓടിക്കഴിഞ്ഞാൽ ചിലപ്പം ഡിസ്കി പിടിക്കും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ബ്രേക്ക് പാഡ് മാറ്റുകയാണ് കേട്ടോ. പുതിയ ബ്രേക്ക് പാഡ് ഇടുകയാണ്. 2500 ഓടിയിട്ടുള്ളൂ. അതുപോട്ടെ, കുഴപ്പമില്ല. അപ്പം അത് സെറ്റാക്കിയിട്ടുണ്ട്, പുതിയ ബ്രേക്ക് പാഡ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പണികളാണ് കേട്ടോ നമുക്ക് പ്രധാനമായിട്ട് കിട്ടിയത്. വേറെ നല്ല സൈഡ് സ്റ്റാൻഡ് ഒരു വട്ടം ഒടിഞ്ഞു പോയി, നമ്മുടെ ബ്രേക്ക് പാഡ് ഒരു വട്ടം മാറേണ്ടി വന്നു. പിന്നെ 2 വട്ടം ചെയിൻ ലൂബ് ചെയ്തായിരുന്നു കേട്ടോ. 2 വട്ടം ചെയിൻ ലൂബ് ചെയ്തായിരുന്നു. പിന്നെ ഫ്രണ്ടിലത്തെ ബെയറിങ്ങിൻ്റെ പണി. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് വണ്ടിയുടെ ഭാഗത്തുനിന്ന് പണി കിട്ടിയത്. ബോയ് ആയിട്ട് പോയതുകൊണ്ട് മാത്രമാണ് ഞാൻ കാണാത്ത കാഴ്ചകൾ അത്രയും എനിക്ക് കാണാൻ കഴിഞ്ഞു കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നടന്നു പോലും കയറാൻ പറ്റാത്ത ഭാഗത്തും ഞാൻ ഇവനെയും കൊണ്ട് കയറി. അവൻ തന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, വേറെ ഒരു വണ്ടിയും ഈ ഒരു പ്രൈസ് റേഞ്ചിലുള്ള ഒരു വണ്ടിയും തരൂല എന്നുള്ളത് ഞാൻ അഷ്യൂർ ചെയ്ത് പറയാം. ആ ഒരു ഫീലാണ് അവൻ തന്നത്. പിന്നെ മെയിൻ്റെനൻസ്, നമ്മൾ അതേ കണക്ക് കുന്നും മലയൊക്കെ വലിഞ്ഞ് കയറുമ്പോഴത്തേന് അവൻ്റെ ഭാഗത്തുനിന്ന് മെയിൻ്റെനൻസ് അവനും തരും. അത് സ്വാഭാവികമാണ്. സോ മെയിൻ്റെനൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ല, 25,000 കിലോമീറ്ററൊക്കെ ഒരു ചെയിൻ പോക്കറ്റ് കിടക്കുകയാണെങ്കിൽ അതത്രയും അത്യാവശ്യം നല്ലൊരു ലൈഫ് തന്നെയാണ്. ഇവിടുന്ന് അടിച്ചിട്ട് പോയിട്ടുള്ളൊരു സ്ക്രാച്ച് പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു. അതിൻ്റെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കേട്ടോ. കാരണം ലഡാക്ക് പോയിട്ട് പോലും ഇത് തന്നെ സെയിം സാധനം തന്നെയാണ് നമ്മൾ ലാമിനേഷൻ അടിച്ചിട്ട് പോയത്. അതിൽ പ്രശ്നമില്ലായിരുന്നു. ഇത് ഏകദേശം പന്നതായിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പുതുതായിട്ട് ഒന്നും കൂടെ ചെയ്യണം. നിലവിൽ നമുക്ക് വണ്ടിക്ക് ഇനിയിപ്പം 25,000 കിലോമീറ്റർ ആയതിന് ചെറിയൊരു സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ ഫ്രണ്ടിലത്തെ. പിന്നെ ഈ ബുഷിൻ്റെ കാര്യം, നമ്മുടെ ഒരു ബൂട്ടിൻ്റെ കാര്യം, ബൂട്ട് എന്തൊക്കെ ചെയ്തിട്ട് എവിടെയൊക്കെ വെച്ച് കെട്ടി വെച്ചിട്ടും ഈ ഒരു ബൂട്ട് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ ഇത്രയൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. അന്ന് നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനകത്ത് ചെറിയൊരു സൈലൻസറിനകത്ത് ചെറിയൊരു പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം വലിയ രീതിയിൽ ഇത്ര ലോങ് ഓടിയിട്ട് വലിയ രീതിയിൽ സൈലൻസർ കറുത്തിട്ടോ കാര്യങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഓവറാൾ ലുക്കും കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ. 25,000 കോടി അതൊരു ആൾ കേരള ഫുള്ളും ഒപ്പം തന്നെ ഒരു ലഡാക്ക് റൈഡും കഴിഞ്ഞതിന് ശേഷം വണ്ടിയുടെ കോലവും കാര്യങ്ങളൊക്കെ ഇതാണ്. ഒരു മൈലേജിൻ്റെയൊക്കെ കാര്യം പറയാനാണെങ്കിൽ നമുക്ക് ഏകദേശം 30 ആവറേജ് കിട്ടിക്കൊണ്ടിരുന്നതാണ്. റൈഡിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് ഏകദേശം 2 സ്ഥലത്ത് 27-28 കേട്ടോ കിട്ടിയത്. ബാക്കി എല്ലാ സ്ഥലത്തും 30-31 കിട്ടുന്നുണ്ടായിരുന്നു. ആ 2 വട്ടം എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട ഓഫ് റോഡ് ആയതുകൊണ്ടായിരിക്കാം. പിന്നീട് അങ്ങനെയാണ് ആ ഒരു മൈലേജിൻ്റെ ഭാഗമൊക്കെ പറയാനുള്ളത്. പിന്നീട് എടുത്തു പറയേണ്ട ഒരു കാര്യം, കഴിഞ്ഞ റൈഡിൽ നമ്മൾ വെച്ചിട്ടുള്ള മൊബൈൽ ഹോൾഡർ നിങ്ങൾക്കറിയാം ലഡാക്ക് റൈഡിൽ. പക്ഷേ ഈ ഒരു ആൾ കേരള റൈഡിൽ ഈ ഒരു ബോബോ ഗീസിൻ്റെ മൊബൈൽ ഹോൾഡർ എന്ന് പറഞ്ഞാൽ പക്ക യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ. ഒരുപാട് സ്ഥലത്ത് നല്ല രീതിയിൽ നമുക്ക് യൂസായി ഈ ഒരു ബോബോ ഗിയേഴ്സിൻ്റെ മൊബൈൽ ഹോൾഡർ. കാരണം വെച്ച് കഴിഞ്ഞാൽ പക്ക കോൺഫിഡൻസ് ആയിട്ട് മൊബൈൽ അതിനകത്തിരിക്കും. നമുക്ക് എല്ലാ രീതിയിലും മൊബൈലിനെ ഈ ഒരു ബോബോ ഗിയേഴ്സ് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പിറകിൽ സിംഗാമിൻ്റെ സൈഡിൽ നിന്ന് ഗ്രീസ് അടിക്കാനുള്ള ഒരു സമയമായെന്ന് തോന്നുന്നു. ചെറിയ രീതിയിലുള്ള ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. സാധാരണ എല്ലാ വീഡിയോയിലും നമ്മൾ സ്ലീറ്റ് ബോയുടെ പോസിറ്റീവ് സൈഡ് മാത്രമേ പറയാറുള്ളൂ, ചെറിയ നെഗറ്റീവ് സൈഡുകളൊക്കെ പറയാറുള്ളൂ. പക്ഷേ ഈ ഒരു വീഡിയോയിൽ പക്കയായിട്ട് എനിക്ക് എന്തൊക്കെ ഈ ഒരു റൈഡിൽ അനുഭവപ്പെട്ടു അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എനിക്കൊരു നെഗറ്റീവും ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ നെഗറ്റീവ് അടിച്ചൊന്നുമല്ല കേട്ടോ. വണ്ടി ഇപ്പോഴും ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, കാരണം വെച്ചാൽ എൻ്റെ ക്യാരക്ടറിന് ഇതൊക്കെയാണ്, ഓഫ് റോഡും ലോങ് ട്രാവലിങ്ങും. ഇത് രണ്ടും പക്കയായിട്ട് അവൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ ഇത്രയൊക്കെയാണ് കേട്ടോ പറയാനുള്ളത്. ഇതൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു, വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ സ്ലീറ്റ് ബോയുടെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഒരുപാട് പേര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ലീറ്റ് ബോയ്ക്ക് കിട്ടിയിട്ടുള്ള പണികൾ മാത്രം വെച്ചിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. നമ്മുടെ മുത്താണ് കേട്ടോ. ഇവന് ഇനിയിപ്പം സർവീസിന് കയറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റൈഡിന് ഞാൻ അടുത്ത അപ്ഡേറ്റ് തരുന്നതായിരിക്കും. എന്തായാലും അടുത്ത സർവീസിൻ്റെ ഫുള്ള് വീഡിയോസ് ഞാൻ ചെയ്യാൻ കേട്ടോ. അപ്പോൾ മച്ചാന്മാരെ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് ചെറിയൊരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം അടുത്ത വീഡിയോസ് എല്ലാം നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കാനായിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കനും ചവിട്ടിപ്പിടിച്ച് കിണി അടിച്ചോ, അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും സൈൻ ഓഫ് റൈഡർ സ്ലീറ്റ് ബോയ്.